ലേക്കും പ്രിയപ്പെട്ടവരെ സുഖമല്ലേ? പറഞ്ഞാങ്ങ തട്ടാ ഇതിന് കശുവണ്ടി എന്നും പറയും. അപ്പോൾ ഞാൻ കുറച്ച് പ്രകൃതിസുന്ദരമായ കുറച്ച് സ്ഥലം കാണിച്ചു തരാം. എന്നിട്ടേക്ക് ഇങ്ങോട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഒരു കൊച്ചു ഗ്രാമം കണ്ടോളെ, ഈ കൊച്ചു ഗ്രാമം ഇതാ ഒരു തോട്ടിൽ കൂടെ നടക്കട്ടെ. ഞാൻ ഇവിടെ ഒരു തോടാണ്, അതിമനോഹരമായൊരു ഗ്രാമം കേട്ടോ. ഇവിടെ നല്ല ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ചെമ്പരത്തി ഇതാ കുറേ പ്രാവുകൾ ഇതാ തീറ്റ തിന്നുന്നു. അയ്യ, പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം. എനിക്കവിടെ പോകാൻ പേടിയാണ് കേട്ടോ. ഒരു കാടാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നിട്ട് എടുക്കുന്നത്. ബാങ്ക് കൊടുക്കുന്നുണ്ട്, ബാങ്ക് കൊടുക്കൽ കേട്ടെ. ഞാൻ പറയാൻ വിചാരിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടാ, ഒരിക്കലും നമ്മളെ സ്നേഹിതന്മാരെ വീട്ടിലേക്ക് പണിക്ക് പോകരുത്. ഒരു ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കാമെന്നല്ലാതെ പൈസ ആയിട്ട് പണിക്ക് പോകരുത്. കാരണം ചിലപ്പോൾ നമുക്ക് തന്നെ ഭാരമാവും. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പണിക്ക് പോയി. പണിക്കിച്ചിട്ട് അവൻ്റെ വീട്ടിൽ തോട്ടം നനക്കാൻ ആളില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് നനക്കോടോ ചോദിച്ച്. ആയിക്കോട്ടെ നനക്കാറിന്. ഓന് ഒരു പണിക്കാരൻ പോലെയാണ് നമ്മൾ പോയിക്കണം, അല്ലാതെ ഫ്രീ ആയിട്ടല്ല, പൈസ തരും. അങ്ങനെ നനക്കുമ്പോൾ ഓന് ചായയൊക്കെ തരും. പിന്നെ നന കഴിഞ്ഞ് ഞാൻ പോവും. ആഴ്ചയിൽ 2 നനയാണ്. അങ്ങനെ ആഴ്ച 2 നന. ഓന് ഒരു പ്രശ്നം ചേട്ടാ, നമ്മളൊരു കൂട്ടുകാരനെ അവരെ വീട്ടുകാരൊക്കെ നമ്മൾ ആ ഒരു ബഹുമാനം നമുക്ക് തരും. വാടാ നീഫ വാടാ, പണിയെടുത്തോ, അങ്ങനെ കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞ് എന്തും ചായയൊക്കെ തരും. പിന്നെ ഒരു ദിവസം ഞാൻ നനക്കാൻ ചെന്ന്, അപ്പോൾ ഒരു വീട്ടിൽ വലിയ മെയിൻറ്റെയിൻ ചെയ്യണില്ല. പിന്നെ എന്താ പാട്, അപ്പോൾ നന കഴിഞ്ഞാൽ പോകുമ്പോൾ ആയിക്കോട്ടെ ഇറങ്ങി പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എന്താണ്, നമ്മൾ ഇത്രയും കമ്പനി ആയിക്കോൾ പെട്ടെന്ന് മുഖം മാറുമ്പോൾ നമുക്ക് പ്രത്യേകം തിരിച്ചറിയും. അപ്പോൾ ഇതെന്താണെന്നുള്ളത് അറിയണ്ട, അവർ പറയുന്നില്ല, പക്ഷേ ഇതെന്താണെന്നുള്ളത് അറിയുമാണല്ലോ. അങ്ങനെ അവിടുത്തെ ഒരു താത്ത ഉണ്ട്. ആ താത്ത എന്നോട് പറഞ്ഞു, ഏടാ ഞാൻ പറഞ്ഞെന്ന് പറയണ്ട, ഇജ്ജ് ഇനിയൊരു പണിക്ക് വരാതിരിക്കാൻ നല്ലത് ചോദിച്ചു. അപ്പോൾ എന്ത് ചോദിച്ചു, ഇജ്ജ് ഇതേമാതിരി ഒരു ദിവസം മോട്ടർ ഇട്ടിട്ട് നിർത്താതെ പോയില്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനോ സത്യം പറഞ്ഞ 2-3 പ്രാവശ്യം സ്വിച്ചുമ്പോൾ പോയി നിൽക്കി നോക്കും, ഇത് ഓഫായിക്കണം നോക്കണം. അങ്ങനത്തെ ഒരാളാണ് ഞാൻ, ഒരു വിശ്വാസത്തിൽ കന്നാസുള്ള ഒരാളാണ് ഞാൻ. ഞാനങ്ങനെ ചെയ്തിട്ടില്ല പറഞ്ഞു. അപ്പോൾ ഒരു എന്നാൽ അങ്ങനെ ചെയ്തേക്കണ്, ഇജ്ജ് മോട്ടർ ഓഫാക്കാതെ പോയിട്ട് വെള്ളം കുറേ പോയി, അതുകൊണ്ടാണ് ഒരു അതിനായിട്ട് വലിയ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കാരണം. അപ്പോൾ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു പറയണ്ട കേട്ടോ, ആയിക്കോട്ടെ പറഞ്ഞു. അപ്പൊക്ക് തോന്നി അന്ന് കുറേ പിള്ളേർ അവിടെ കളിച്ചിരുന്നു വെള്ളത്തിലൊക്കെ. അപ്പോൾ ഞാൻ പോകുന്നതിന് ശേഷം ആ കുട്ടികൾ ഓണാക്കിയാന്നുള്ളതൊക്കെ അറിയില്ല, എന്താണെന്നുള്ളത് അറിയില്ല. പിന്നെ ഞാൻ പതിവ് പോലെ ഇത് പറഞ്ഞിട്ടില്ല, പെട്ടെന്ന് ഇത് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവരോട് അതേമാതിരി നനക്കാൻ പോയപ്പോൾ അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, എടാ ഇനി ഇജ്ജ് നനക്കണ്ട, മക്കളൊക്കെ അവർ നനക്കാമെന്ന് പറഞ്ഞേക്കണ്, ഇജ്ജ് ഇനി നനക്കണ്ടട്ടാ പറഞ്ഞു. അപ്പോൾ കാര്യം മനസ്സിലായി, എന്നെ അവർ വലിയ ഒഴിവാക്കണം എന്നുള്ളത്. ആയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ ഞാനൊരു പോകുന്നു. പിന്നെ വലിയ രോഗമില്ല, എന്നാൽ പഴയ മാതിരി രോഗ്യം വലിയതുണ്ടാവും ചെയ്തില്ല. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോക്കുമില്ല. കാരണം തെറ്റൊന്നുമില്ല, കാണുമ്പോൾ ശരിക്കും വർത്തമാനം പറയും, എന്തൊക്കെയുണ്ട് സുഖമില്ലാതെ, അത്ര മാത്രം മതി. അതേ പറഞ്ഞു, നമ്മൾ അധികമായിട്ട് നമ്മളെ സ്വന്തം എന്ന് കരുതി നമ്മൾ അവരെ സ്നേഹിക്കും, ബഹുമാനിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമുക്കൊരു തിരിച്ച് ഒരു കുത്ത് കിട്ടുമ്പോഴാണ് നമ്മൾ പഠിക്കുകയുള്ളൂ. അങ്ങനെയും കുറേ അനുഭവങ്ങളുണ്ട്, ഇനിയും കുറേ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ വല്ല തെറ്റിനെങ്കിൽ ക്ഷമിക്കുക, എനിക്ക് പറയുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, ഇത്ര മാത്രം കേട്ടോ.